മലയാളികൾക്ക് ആസ്വദിക്കാൻ, ആനന്ദിക്കാൻ ഇതുവരെ ഒട്ടനേകം ചിത്രങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു. എന്നാൽ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളെ മലയാള സിനിമയിൽ എത്ര കണ്ട് നാം കാണുന്നു. അതുപോലെ കാലഘട്ടത്തെ അതിജീവിക്കുന്ന എത്ര സിനിമകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം ചോദ്യങ്ങൾക്ക് ഉള്ള ഒരു ഉത്തരം കണ്ടെത്തലാണ് സിനിമാ വിചാരണ. ചാണക്യനിലൂടെ മലയാളത്തിലേക്ക് വന്ന സംവിധായകൻ, പവിത്രം, കണ്ണെഴുതി പൊട്ടും തൊട്ട്, ശേഷം തുടങ്ങിയ വ്യത്യസ്തമായ പ്രമേയങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച സംവിധായകൻ, ജലമർമ്മരത്തിലൂടെ ദേശീയ അവാർഡ് നേടിയ സംവിധായകൻ, കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനായ ശ്രീ ടി പി രാജീവ് കുമാർ. ചാണക്യൻ താങ്കളുടെ ആദ്യ സിനിമ, എന്തുകൊണ്ട് അത് ആദ്യ സിനിമയായി? എങ്ങനെ ചാണക്യൻ എന്ന സബ്ജക്റ്റ് ആദ്യ സിനിമയായി? എനിക്ക് തോന്നുന്നത് ഞാൻ സിനിമയിലേക്ക് വരുന്നത് കോളേജ് കാലഘട്ടങ്ങളിലുള്ള മോണോ ആക്ട് മിമിക്രി എന്ന സങ്കേതത്തിൽ നിന്നാണ്. കോളേജ് ജീവിതത്തിൽ യൂണിവേഴ്സിറ്റി തലങ്ങളിൽ മോണോ ആക്ടിൻ്റെ തുടർച്ചയായ ഒരു 3 വർഷത്തെ വിന്നറായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ചേർന്ന് ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, സൂപ്പർ മിമിക്സ് എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടൊരു മിമിക്രി ട്രൂപ്പ് ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ആദ്യമായിട്ട് കേരളത്തിൽ 6 പേരടങ്ങുന്ന ഒരു സംഘത്തിൻ്റെ ഈ ഹാസ്യ കലാപരിപാടി ഞങ്ങളാണ് തുടങ്ങിയെന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് സമർത്ഥിക്കാൻ കഴിയും. അങ്ങനെ സിനിമയിലെത്തിക്കഴിയുമ്പോൾ ആദ്യ സിനിമയുടെ ഒരു വിഷയം ആലോചിക്കുമ്പോൾ എത്തരത്തിലൊരു സിനിമ ചെയ്യണമെന്നുള്ള ഏതൊരു ഫിലിം മേക്കറുടെയും ആദ്യത്തെ സംശയങ്ങളുണ്ട്. ഏതുതരം സിനിമകളാണ് ചെയ്യേണ്ടത്? അങ്ങനൊരു സംശയത്തിൻ്റെ സമയത്താണ് നവോദയ അപ്പച്ചൻ്റെ രണ്ടാമത്തെ മകനായ ജോസ് പുന്നൂസ് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് ചാണക്യൻ്റെ ഉത്ഭവം. പല കഥകളും ആലോചിക്കുന്ന സമയത്ത് അദ്ദേഹം ചോദിച്ചിങ്ങനെ, മിമിക്രി സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു കഥ ആലോചിച്ചുകൂടെ? അങ്ങനെയാണ് സത്യത്തിൽ ചാണക്യൻ എന്ന വിഷയത്തിലേക്ക് ഞാൻ വന്നുപെടുന്നത്. തുടക്കത്തിൽ അതൊരു ഹ്യൂമർ ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റായിട്ടാണ് ആലോചന തുടങ്ങിയതെങ്കിലും ഞങ്ങൾ സാധാരണ പല രാഷ്ട്രീയ നേതാക്കളുടെയും പല പ്രമുഖരായ ആൾക്കാരുടെയും ശബ്ദം അനുകരിക്കുകയും അത്യാവശ്യം ടെലിഫോണിലൂടെ പല കാര്യങ്ങളും തമാശയ്ക്ക് നേടിയെടുത്തൊരു കാലഘട്ടമുണ്ട്. എന്ന് പറഞ്ഞാൽ വലിയ കുറ്റകൃത്യങ്ങളൊന്നുമല്ല. സിനിമാ തിയേറ്ററിലെ ഒരു ടിക്കറ്റ് നേടുക, അത്യാവശ്യം കോളേജിൽ ഒരാഴ്ച വന്നില്ലെങ്കിൽ വീട്ടിൽ നിന്ന് അച്ഛനാണെന്ന് പറഞ്ഞ് വിളിക്കുക, അങ്ങനെയുള്ള ചില തമാശകൾ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരാളുടെ ശബ്ദം അനുകരിക്കാമെങ്കിൽ ഒരാളെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യാം എന്നുള്ള വിഷയത്തിൽ വന്ന് വീഴുന്നത്. പിന്നീട് ഈ കഥ ഉണ്ടായത് പെട്ടെന്നായിരുന്നു. കമലഹാസൻ്റെ അടുത്ത് ഞാൻ ഈ കഥ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. കമലഹാസൻ സമ്മതിച്ചതിന് ശേഷം മൊത്തം സ്റ്റോറി ലൈൻ തന്നെ, അതിനകത്ത് റൊമാൻസ് ട്രാക്കും അങ്ങനെയുള്ള പല കാര്യങ്ങളും, അതിൻ്റെ ഒരു മ്യൂസിക്കൽ ഇൻഫ്ലുവൻസും ഒക്കെ കമലഹാസൻ എഗ്രിയതിന് ശേഷമാണ് ആ കഥയിൽ ഉണ്ടായത്. ഒരുപക്ഷെ മമ്മൂട്ടിയുമായി ചെയ്യാനിരുന്ന ചാണക്യൻ ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇത് വിജയിച്ച സിനിമയാണോ? പ്രൊഡ്യൂസർക്കും പ്രേക്ഷകർക്കും ഒരുപോലെ, സംവിധായകനും ഒരുപോലെ വിജയിച്ച സിനിമയാണോ? സിനിമ എന്നുള്ള നിലയ്ക്ക്, ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരു നിലനിൽപ്പുണ്ടാക്കി തന്ന ചിത്രം തന്നെയാണ്, സംശയമില്ല. പക്ഷേ ഈ ചിത്രം എത്രമാത്രം പ്രേക്ഷകർ കണ്ടു എന്നുള്ളതിനെക്കുറിച്ച് ഞാനും ഒരുപക്ഷെ നവോദയയിലെ ആൾക്കാരും പല തവണ ഒന്ന് വിശകലനം ചെയ്തിട്ടുണ്ട്. ഇതിന് ക്രിട്ടിക്കലായിട്ടുണ്ടായ അക്ലെയിം വെച്ച് നോക്കുമ്പോൾ അത്തരത്തിൽ പടം തിയേറ്ററിൽ ഓടിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾക്ക് സിനിമ എന്താണ്? എന്നെ സംബന്ധിച്ച് സിനിമ എൻ്റെ ഒരു പാഷനാണ്, എൻ്റെ ഒരു ഫസ്റ്റ് ലവ് എന്ന് എനിക്ക് പറയാൻ പറ്റും. പ്രൊഡ്യൂസറെ കുറിച്ച് വറീഡാവാറുണ്ടോ? പ്രൊഡ്യൂസറെക്കുറിച്ച് വറീഡാകുകയും ചില തെറ്റിദ്ധാരണകളുടെ പ്രശ്നം കൊണ്ടാണ് എൻ്റെ ചില ചിത്രങ്ങൾ പരാജയപ്പെട്ടതെന്ന് പരിപൂർണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ളൊരു ചിത്രം ഏതാണെന്ന് പറയാം? ഒന്ന് ഇപ്പോൾ ക്ഷണക്കത്ത് സാമ്പത്തികമായി പരാജയപ്പെട്ടു. അതിലെന്താണ് പറ്റിയത്? അതിന് 2-3 കാര്യങ്ങൾ എൻ്റെ ഭാഗത്തുനിന്ന് തീരുമാനങ്ങളിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, അതിൻ്റെ കാസ്റ്റിങ്ങിൽ എനിക്ക് പിഴവ് സംഭവിച്ചു. 2, അത് എൻ്റെ അടുത്തൊരു സുഹൃത്തിൻ്റെ റിയൽ ലൈഫ് സ്റ്റോറിയായിരുന്നു. ഞാൻ ആ ചിത്രത്തെ സമീപിച്ചത് എനിക്കറിയാവുന്ന നടന്ന സംഭവത്തോടുള്ള വളരെ സത്യസന്ധമായിട്ടുള്ളൊരു സമീപനമായിരുന്നു. അത് സാധാരണ ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച്
അതൊരിക്കലും അയാൾ അറിയേണ്ട കാര്യമില്ല. അപ്പോൾ ഇതൊരു സിനിമയുടെ ചട്ടക്കൂടിൽ, സിനിമ ഒരു എൻ്റർടൈൻമെൻ്റ് എന്നുള്ള നിലയ്ക്കുള്ള ചട്ടക്കൂടിൽ അതിൻ്റെ തിരക്കഥയിൽ പാഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു വിജയം ഉണ്ടായാലേ അടുത്തൊരു സിനിമ ഉണ്ടാവുള്ളൂ, ഒരു പ്രൊഡ്യൂസർക്ക് ഒരു നെക്സ്റ്റ് ഫിലിമിനുള്ള ഇൻസ്പിറേഷൻ ഉണ്ടാവുള്ളൂ. അതെ, അതായത് ബിസിനസ് വൈസും മണി മേക്സ് മണി. അതെ. അങ്ങനെ വരുമ്പോൾ ഈ ഒരു സംവിധായകനും പ്രൊഡ്യൂസറും തമ്മിൽ ഇക്വേഷൻ എങ്ങനെ ശരിയാവും? എങ്ങനെയാണ് അത് ബാലൻസ് ചെയ്യിക്കുക? ആദ്യം പറഞ്ഞത് വളരെ ശരിയാണ്. ഏതു കലാകാരനും സിനിമയിൽ അയാൾ ചെയ്യുന്ന കലാപരമായൊരു അദ്ദേഹം ചെയ്തൊരു വാക്കിനെ ആരും അനാലിസിസ് ചെയ്യാറില്ല. എന്നും വിജയം മാത്രമാണ് ഒരു സംവിധായകനെ സംബന്ധിച്ചോ, ഒരു നടനെ സംബന്ധിച്ചോ, എന്തിനെ ഒരു ക്യാമറാമാനെ സംബന്ധിച്ച് പോലും ഒരു ചിത്രത്തിൻ്റെ വിജയമാണ് അയാളുടെ കരിയർ ഗ്രാഫിനെ ഉയർത്തുക. പക്ഷെ നമ്മളെ സംബന്ധിച്ച്, ഒരു സംവിധാനം എന്നുള്ളതിനെ സംബന്ധിച്ച് ഇത്തരം ഗ്രാഫുകൾ വളരെ പ്രീ പ്ലാൻഡായിട്ട് ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇത് സംഭവിക്കുന്നത് എന്നെപ്പോലെയുള്ള ഒരാൾക്ക് കിട്ടിയ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും അത്തരത്തിലുള്ള സൂപ്പർ ഹിറ്റുകൾ ചെയ്യാത്ത സംവിധാനമാണ്. ഓടിയ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ 250 ദിവസം ഓടിയ ചിത്രങ്ങൾ ചെയ്യാത്ത സംവിധാനം എന്നുള്ളത് കൊണ്ട് എനിക്ക് ചട്ടക്കൂടുകളിൽ പെടേണ്ടി വന്നിട്ടില്ല. അങ്ങ് വളരെയധികം വ്യത്യസ്തമുള്ള സബ്ജക്റ്റുകൾ സിനിമയാക്കിയതാണ്. അതിൽ തന്നെ കണ്ണെഴുതി പൊട്ടും തൊട്ടും വളരെ വ്യത്യസ്തതയുള്ളതും സംസാരിക്കേണ്ടതുമായ വിഷയമുള്ളതുമായ ഒരു ചിത്രമാണ് കണ്ണെഴുതി പൊട്ടും തൊട്ട്. വളരെ വ്യത്യസ്തമായ പ്രമേയം, നല്ല നടീനടന്മാരുടെ പ്രസൻസ്, പിന്നെ മോഹൻലാലിൻ്റെ ഗാനം, മണിയുടെ ഗാനം, ആ 2 ഗാനങ്ങളും കച്ചവടത്തിൻ്റെതായിട്ട് ആഡ് ചെയ്തതാണോ? ഒരു പരിധിവരെ ആണെന്ന് പറയാം. കാര്യം അത് ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് സബ്ജക്റ്റ് എന്നുള്ള നിലയ്ക്ക് തുടക്കത്തിൽ അതിനൊരു നിർമ്മാതാക്കളെല്ലാം എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങൾ 10 പേരായിരുന്നു എൻ്റെ നിർമ്മാതാക്കൾ. അതുകൊണ്ട് തന്നെ ഇത് എൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആവാനുള്ള ബുദ്ധിമുട്ടുകൾ ആരംഭത്തിലുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വളരെ ബുദ്ധിപരമായി ഇതിലെ 1-2 സുഹൃത്തുക്കളുടെ ബുദ്ധിയിലുദിച്ചതാണ് മോഹൻലാലിനെ കൊണ്ട് പാടിക്കുകയും മണി പാടുക എന്നുള്ളത്. അതൊരു കച്ചവടത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു. ഇത് കച്ചവടപരമായി നോക്കുകയാണെങ്കിൽ വിജയമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കണ്ണെഴുതി പൊട്ടും തൊട്ടും ഈ 100 ദിവസം ഓടിയെങ്കിലും മലയാള ഫിലിം ഇൻഡസ്ട്രി സമ്മതിച്ചു തരാത്ത ചിത്രത്തിൽ പെടുന്നതാണ് കണ്ണെഴുതി പൊട്ടും തൊട്ട്. ഏത് തരത്തിൽ സമ്മതിച്ചു തരാത്ത? ഈ ചാണക്യനും പവിത്രവും കണ്ണെഴുതി പൊട്ടും തൊട്ടൊക്കെ ആണെങ്കിലും ഇതൊക്കെ ഒരു പൂർണ്ണമായ കച്ചവട സിനിമയല്ല എന്നുള്ള തന്നെയാണ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ചിത്രം കണ്ട പലർക്കും ഇത് കേരളത്തിലെ തിയേറ്ററുകളിൽ സ്ത്രീകൾ കാണില്ല എന്ന് വിധി എഴുതിയ ചിത്രമായിരുന്നു. സ്ത്രീകൾ എങ്ങനെ സ്വീകരിച്ചു എന്ന് അങ്ങ് കരുതുന്നു? ഏറ്റവും കൂടുതൽ സ്ത്രീകൾ കണ്ട ചിത്രമായിട്ടാണ് ഞങ്ങളുടെ കണക്കുകളുള്ളത്. കാര്യം ഒന്നിൽ കൂടുതൽ ഈ ചിത്രം കണ്ടിട്ടുള്ളത്, ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ കണ്ടിട്ടുള്ളത് സ്ത്രീകളാണ്. ഈ കഥ വിജയിക്കും എന്ന് തോന്നിക്കാനുള്ള കാരണം ഏതാണ്? ഈ കഥയിൽ ഏത് അംശമാണ്? ഒന്ന്, ഇതിനകത്ത് ബേസിക് എലമെൻ്റ് വളരെ പവർഫുള്ളാണ്. ഒരു സ്ത്രീ എന്ന് പറയുന്നത് അതൊരു ഏറ്റവും വളരെ പവർഫുള്ളായിട്ടുള്ളൊരു വെപ്പണാണ്. ഇൻ ദ സെൻസ് സ്ത്രീ എന്ന് പറയുന്ന ഒരാളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ഈ പലപ്പോഴും സമൂഹത്തിൽ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യുന്ന ലെവലിലല്ല. ആക്ച്വലി ഷീസ് ദ മോസ്റ്റ് പവർഫുൾ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഞാൻ അതിനകത്ത്. കാര്യം ബുദ്ധിപരമായും എല്ലാ രീതിയിലും വളരെ സെൻസിബിളായിട്ടൊരു സ്ത്രീ ബിഹേവ് ചെയ്യുമെങ്കിൽ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ഒരു സ്ത്രീ. അങ്ങനെയാണ് ഈ കഥ തുടങ്ങുന്നത് തന്നെ. ഇതും ശരിക്കും പറഞ്ഞാൽ ഒരു റിയൽ ലൈഫിൽ നിന്നുള്ളൊരു പ്രൊവക്കേഷനാണ്.